ആണ്ടിൽ ഞങ്ങളുടെ സഭയുടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആലയത്തിൻ്റെ 175ാമത് വാർഷിക ദിനത്തിൽ അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർക്കും അങ്ങ് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഒരു അവസരം അങ്ങോട്ട് തന്ന കൃപയ്ക്കായി നമ്മുടെ സ്തോത്രം. അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കട്ടെ. അങ്ങയുടെ മോത്തിവരെ വചനങ്ങളെ ധ്യാനിപ്പാനോട് സഹായിക്കണം. പറയുന്ന ബലഹീനനായ അടിനെയും കേൾക്കുന്നവിടെ നമുക്ക് ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അടിയും പറയുന്നതിനപ്പുറം ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രമെടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ആയിരനെല്ലൂർ CSI ഇടവകയുടെ 175ാമത് സഭാദിനത്തിൽ സംബന്ധിപ്പാൻ ഇടയാകുന്നതിൽ ആദ്യമായി ദൈവത്തിന് നന്ദി കരയറ്റും, സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ബഹുമാനമുള്ള വികാരിയച്ഛൻ, ദൈവച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച ആണ് ഇങ്ങനെ ഈ പെരുന്നാളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഡേറ്റിനെ കുറിച്ച് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. ഞാൻ ആ കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു ധാരണയിലെത്തി ഇന്ന് രാവിലെ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ മറ്റൊരു പള്ളിയിൽ ഞങ്ങളുടെ മഹാടവിയിൽ, ഐശ്വര്യ മഹാടവിയിൽ 75ാമത് ജൂബിലിയാണ് ഒരു പള്ളി. ഇത് 175ആണ്, അത് 75ാമത് ജൂബിലി ആഘോഷിക്കുക. രാവിലെ 8 മണിക്ക് അവിടുത്തെ ആരാധന തുടങ്ങി. 4 മണിക്ക് അടുത്ത സെഷൻ ആരാധന അവിടെ ഉണ്ട്. സ്ഥിരീകരണ ശുശ്രൂഷയുണ്ട്. 3-4 ദിവസത്തെ പ്രോഗ്രാമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാം ശുശ്രൂഷ എന്ന് പറയുന്നത് സ്ഥിരീകരണമാണ്. ഇവിടുത്തെ കഴിഞ്ഞ് എനിക്കതിന് പോകണം. അതാണ് അച്ഛൻ ചെറുതായിട്ടൊരു സൂചന പറഞ്ഞത്. ഈ പെരുന്നാളിനെ കുറിച്ച് വളരെ നേരത്തെ പറയുകയും ഇപ്രകാരം എന്നെ ക്ഷണിക്കുകയും ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിക്കുകയും ചെയ്തു. കുടുംബമായിട്ട് വരാൻ സാധിച്ചില്ല. ഞങ്ങൾ അതിരാവിലെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോരാനായിട്ട് സാധിച്ചില്ല. അതിന് ശേഷം വീണ്ടും ഒരു പെരുന്നാളിന് പോകേണ്ടതുള്ളത് കൊണ്ടും കൂടെ ഇങ്ങോട്ട് വരാനാണ് സാധിച്ചില്ല. ആലിക്ക് കൊച്ചമ്മയ്ക്ക് വരാൻ സാധിച്ചില്ല. ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിച്ച പ്രിയമുള്ള വികാരിയച്ഛൻ, ഞങ്ങളുടെ ബേബിയച്ഛനോടും അതോടൊപ്പം തന്നെ സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, മറ്റ് ചുമതലക്കാർ, പ്രിയപ്പെട്ടവർക്ക് പിയാർച്ചൻ, മറ്റ് ചുമതലക്കാരെല്ലാവരോടും, സഭാമക്കൾ എല്ലാവരോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സിനുഭ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എത്രയും ബഹുമാനമുള്ള വൈസ്യമാനച്ഛൻ നമ്മുടെ ആരാധനയിൽ പങ്കുചേരുന്നു. അച്ഛനോട് പ്രത്യേകമായിട്ട് നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജോണച്ചൻ നമ്മുടെ ആരാധന സംബന്ധിക്കുന്നു. അത് വളരെ സന്തോഷമാണ്. അച്ഛനോടും പ്രത്യേകമായിട്ട് നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സുവിശേഷകൻ കർണാടകയിൽ ദൈവത്തിൻ്റെ മൊത്തമേറിയ IMSൻ്റെ മിഷണറിയായിട്ട് പ്രവർത്തിക്കുന്ന അച്ഛൻ സുവിശേഷകൻ, അദ്ദേഹത്തിനും ഞാൻ പ്രത്യേകമായുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, അവരെയും പ്രത്യേകം ഞാൻ നന്ദിയോട് ഓർക്കുന്നവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹ സമയത്ത് അറിയിക്കും. ഇന്ന് ഈ ദിവസം ആരാധനാ സമയം വേർതിരിച്ച് വളരെ താല്പര്യപൂർവ്വം ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഭാമക്കളെയും, ചെറിയ കുഞ്ഞുങ്ങൾ, ബാലിക ബാലന്മാർ, ചെറുപ്പക്കാർ, പ്രായമുള്ള അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, മാതാപിതാക്കന്മാർ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഈ പെരുന്നാൾ ദിനത്തിൽ, സഭാദിനത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് മറ്റ് 2 പ്രധാനപ്പെട്ട ശുശ്രൂഷയും കൂടെ ഉണ്ട്. അത് ഒന്ന് സ്നാന ശുശ്രൂഷയാണ്, മറ്റൊന്ന് സ്ത്രീകരണ ശുശ്രൂഷയാണ്. സ്നാനത്തിനായിട്ടും സ്ത്രീകരണത്തിനായിട്ടും ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞകളും തീരുമാനങ്ങളെല്ലാം നിങ്ങളെ ആയുസ്സിൻ നാളെല്ലാം അത് പാലിപ്പാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്ത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്കും അത് അനുഗ്രഹമായി തീരുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആയിരനെല്ലൂർ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഓർത്ത്, ഇത് എങ്ങനെ ഈ ആയിരനെല്ലൂർ അതെങ്ങനെ ആയിരനെല്ലൂരാണോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പോരുകയാണ്. ഇവിടെ വന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഏതാണ്ട് ഒരു പൊരുൾ കിട്ടിയത്. അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിച്ച അച്ഛാ ഇവിടെ എത്ര ഏക്കർ സ്ഥലമാണ്? സാധാരണ അങ്ങനെ പോകുമ്പോൾ ഒരു ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്, എത്ര ഏക്കർ സ്ഥലമാണ്? അപ്പോൾ അച്ഛൻ പറഞ്ഞു 108 ഏക്കർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 8 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പേര് വന്നത് എങ്ങനെയാണ്? പേര് ഇവിടെ നിന്ന് കൃഷി ചെയ്ത് എന്ത് ചെയ്യുമായിരുന്നു, നെല്ലെല്ലാം കൂടെ കൊല്ലത്തേക്കും അതുപോലുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കും കൊണ്ടുപോകുമായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണത്തിനായിട്ട് അവിടെയുള്ള വിവിധങ്ങളായ സഭാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നെല്ല് കൊയ്ത് അതിൻ്റെ നെല്ല് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഇവിടെ മുഴുവൻ പാടശേഖരമായിരുന്നു. ഞാൻ ചുറ്റുപാടൊന്നും കണ്ടില്ല. 1000 നെല്ല് വരുന്നപ്പോൾ അത്രയും നെല്ലൊക്കെ കൊയ്തെടുക്കണമെങ്കിൽ അല്പസ്വല്പമല്ലാത്ത പാടങ്ങളൊക്കെ കാണണമല്ലോ. അങ്ങനെയാണ് പേര് വന്നത് എന്ന് പറയുണ്ടായി. വളരെ ശരിയാണ്. ഇന്നേക്ക് 175 വർഷം മുമ്പ്, 1.25 നൂറ്റാണ്ടിന് മുമ്പ്
ഇവിടെ മിഷൻ പ്രവർത്തനങ്ങൾ, ഇവിടെ ഒരു സഭ സ്ഥാപിതമായി. ഈ സഭയുടെ സന്ധാരണത്തിന് വേണ്ടി അന്നത്തെ മിഷണറി വീരന്മാർ, വളരെ ദീർഘദർശനമുണ്ടായിരുന്ന ആളുകൾ, അവിടെ വരുന്ന സഭാമക്കൾക്ക് ഒരുപക്ഷെ വേറെ ഒരിടത്തും പോയി മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ആലയത്തോട് ചേർന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശങ്ങൾ വാങ്ങി, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. മറ്റു കാര്യങ്ങൾ അത്രയും പ്രശ്നമല്ല. ഭക്ഷണം വേണം. ഭക്ഷിപ്പാനുള്ള സംവിധാനം നമ്മുടെ പിതാക്കന്മാർക്ക് നൽകി. അതിവിടെ മാത്രമല്ല, മറ്റ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദർശനമുള്ള മിഷണറിമാർ, വിദേശ മിഷണറിമാർ, അതോടൊപ്പം തന്നെ സ്വദേശ മിഷണറിമാരും അവർ ചെയ്തത് സ്വയത്രാണത്തിലുള്ള സഭകളെ രൂപപ്പെടുത്തുകയായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. സ്വയത്രാണത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് മറ്റ് ആൾക്കാർക്ക് കീഴ്പ്പെട്ടു പോകാതെ, മറ്റാൾക്കാരുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ നമുക്ക് സ്വന്തമായി നിന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ നമ്മളെ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം കൂടെ അവർ ചെയ്തിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ നമ്മൾക്കതിനെക്കുറിച്ച് അത്ര അറിവില്ലായിരുന്നു, നമ്മൾക്ക് പിതാക്കന്മാർക്ക് അത്ര അറിവില്ലായിരുന്നു. പക്ഷേ അറിവുണ്ടായിരുന്ന ദൈവദാസന്മാർ നമ്മെ ദൈവം സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കാലസമ്പൂർണതയിൽ നമ്മുടെ ഇടയിലേക്കും സുവിശേഷവുമായി മിഷണർമാരെ അയച്ചു ദൂരദേശങ്ങളിൽ നിന്ന്. അത് കേരളത്തിൻ്റെ വളരെ വലിയ ഒരു നവോത്ഥാനത്തിന്, കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന്, ഇന്ത്യയുടെ ആകമാനമായിട്ടുള്ള പുരോഗതിക്ക് അത് കാരണമായി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുവിശേഷം മൂലം ഉണ്ടായ, മിഷണർമാരുടെ പ്രവർത്തനം മൂലമുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് വേറെ ഒന്നും ഉദാഹരണമായിട്ട് പറയേണ്ടതില്ല. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുവെങ്കിൽ അതുകൊണ്ട് മാത്രമാണ്. മിഷണർമാർ വന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ സുവിശേഷം നൽകിയതല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ നിൽക്കത്തില്ല. നിങ്ങൾ എത്ര പേരിവിടെ കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അതാണ് അതിൻ്റെ വഴി. നമ്മൾ ഓർക്കും ഇത് യാദൃശ്ചിക സംഭവിച്ചൊന്നും ദൈവനിശ്ചയമാണ്. ദൈവനിശ്ചയമാണ്. ഇന്ത്യയിൽ, ഭാരതത്തിൽ, കേരളത്തിൽ ക്രിസ്തുവിശ്വാസം വന്നത് AD 52 അതിൻ്റെ പാരമ്പര്യം പറയും. അങ്ങനെ വന്നെങ്കിൽ AD 52 മുതൽ 1800 വരെ അല്ലെങ്കിൽ 700 വരെ നമ്മുടെ പിതാക്കന്മാരോ ആരും ഈ സുവിശേഷത്തെക്കുറിച്ച് കേട്ടിരുന്നില്ല. അതിന് വീണ്ടും ദൈവം എന്ത് ചെയ്തു? വീണ്ടും ദൈവം ഒരു ദർശനം പാശ്ചാത്യ മിഷണറിമാർക്ക് നൽകേണ്ടി വന്നു. അവരുടെ വന്നതും അത് നമ്മളെ ലക്ഷ്യം വെച്ചല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ അവരെ യഥാർത്ഥമായുള്ള വചനത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത് എന്ന് കണ്ട ഉദ്യോഗസ്ഥന്മാർ അവരെ യഥാർത്ഥ ഒരു ക്രിസ്തീയ ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, വചനത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി അവർ മിഷണറിമാരെ അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് വളരെ ബുദ്ധിമുട്ട് സഹിച്ച് മിഷണറിമാർ ഇവിടെ വന്നു. മിഷണറിമാർ ഇവിടെ വന്നപ്പോൾ അവരെ കൈ നീട്ടി സ്വീകരിച്ചു എന്ന് നമ്മൾ വിചാരിക്കരുത്. അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇവിടെ അവരെ അങ്ങനെ സ്വീകരിച്ചിരുന്നില്ല. പലപ്പോഴും അവർക്ക് ഇവിടെ സ്വതന്ത്രമായി വരാൻ സാധിച്ചിരുന്നില്ല. അത് ഇവിടെയുള്ള ആൾക്കാരുടെ എതിർപ്പ് കൊണ്ടല്ല, അതിനേക്കാൾ അപ്പുറമായി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കോളനി ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കോളനി ഉദ്യോഗസ്ഥന്മാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് അവർ പച്ചക്കൊടി കാട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്നാൽ അതിനിടയിൽ ദൈവദർശനമുള്ള, വിശ്വാസമുള്ള ദൈവഭക്തന്മാരായ ആളുകൾ, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവർ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് അവർ പറഞ്ഞു, നമുക്ക് ഇവിടെ മിഷണറിമാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രേരണയാലാണ് ഇവിടെ മിഷണറിമാർ വന്നത്. ആദ്യകാലങ്ങളിലേക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നാൽ അവർ ഇവിടെ വന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലെ പ്രവർത്തനങ്ങൾ അത്ര വിജയകരമായി തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കും സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അവരിറങ്ങി പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ നിയോഗത്താൽ അവരത് ചെയ്തു എന്നൊക്കെ കാണുവാൻ സാധിക്കും. അത് വളരെ ഫലകരമായി തീർന്നു. അങ്ങനെ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും എന്ന് എനിക്കറിയത്തില്ലെങ്കിലും ബഹുഭൂരിപക്ഷമാകുന്ന നമ്മുടെ പിതാക്കന്മാർ ആ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, സത്യദൈവത്തിലുള്ള വിശ്വാസം അവർ സ്വീകരിച്ചു. അന്ന് വരെയുള്ള അവരുടെ എല്ലാ വിശ്വാസ ആചാരങ്ങളും അവർ വലിച്ചെറിയും. അവർക്കും അത് ഇന്ന് നമ്മൾ പറയുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല ആ വിശ്വാസ സ്വീകരണം എന്ന് പറഞ്ഞത്.
അന്ന് വരെ അവർ അനുവർത്തിച്ചു പോകുന്ന അനേക കാര്യങ്ങൾ അവർ ഉപേക്ഷിച്ചപ്പോൾ അതവർക്ക് ഭയങ്കരമായുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കി, എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ചരിത്രം നോക്കുമ്പോൾ അവർ ഇപ്രകാരം വിശ്വാസം സ്വീകരിച്ച് അവർ സ്വതന്ത്രമായിട്ടൊന്ന് കൂടിയിരിക്കാൻ ആലോചിച്ചപ്പോൾ അവർ അങ്ങനെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ഷെഡുകളെല്ലാം പല സമയങ്ങളിലും അത് നശിപ്പിക്കപ്പെടുകയും തീക്കിരയാക്കി തീർക്കുകയും ചെയ്തു എന്ന് ചരിത്രം. എന്നാൽ ആ ചാരകുമ്പാരത്തിൻ്റെ നടുവിൽ നിന്ന് പിതാക്കന്മാർ പറഞ്ഞു, ഇല്ല, ഈ വിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതിൻ്റെ അന്നര ഫലമാണ് ഈ വ്യത്യാസം എന്ന് പറയും. ഇന്നേക്ക് 175 വർഷം മുമ്പാണ് അത് സംഭവിച്ചത്. മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് തന്നെ 75 വർഷം കഴിഞ്ഞോളൂ അല്ലേ? അങ്ങനെയെങ്കിൽ അതിനും 175 വർഷം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അന്ന് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, അവർക്ക് എഴുത്തും വായനയും പഠിക്കാനുള്ള വിദ്യാലയങ്ങൾ ഉണ്ടായി. ഓർക്കണം, മറ്റ് പല സമുദായങ്ങൾക്കും അവിടെ അക്ഷരാഭ്യാസം ഇല്ലാത്ത സമയത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് എഴുത്തും വായനയും പഠിക്കാനുള്ള സംവിധാനം ദൈവം ഒരുക്കി. അവർ വായിച്ചു വിശുദ്ധ വേദപുസ്തകമാണ്. അന്ന് വ്യാപകമായുള്ള പുസ്തകങ്ങളില്ല. അവർ വായിച്ചു ഈ പുസ്തകം, വിശുദ്ധ വേദപുസ്തകം. അതവരെ രൂപാന്തരപ്പെടുത്തി. ഇന്നും ഇത് വായിക്കുകയും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നവരെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു, അവരെ ശക്തീകരിക്കുന്നു. അത് നമ്മൾ മറന്നുപോകണം. ഒരു വാക്യം കൂടെ ഞാനത് വായിച്ച് പോകട്ടെ. പുറപ്പാട് പുസ്തകം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന് 14-ാം വാക്യം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം, തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. കഴിഞ്ഞ 12 ആഴ്ചയായി നമ്മൾ പെസഹയെക്കുറിച്ചും കഷ്ടാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുക നോമ്പിൻ്റെ അവസരങ്ങളായിരുന്നുവല്ലോ. അന്ന് ഒരുപക്ഷെ ഈ വേദഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചതാണ്. ഇവിടെ പെസഹയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നാൾ നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. അത് വേറെ ഒന്നുമല്ല, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ആ ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. പെസഹ ആചരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ ആചരിക്കണം, അത് ഉത്സവമായിട്ട് ആചരിക്കണം, തലമുറയായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞ് കൽപ്പന കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിൽ നിന്ന് അവർ പോകുന്നതിന് മുമ്പ് ദൈവം കൊടുത്ത കൽപ്പനയാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും അവർ ചെറിയ തോതിലൊക്കെ അത് ആചരിച്ചു വന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആചരിക്കുക, ഉത്സവം ആചരിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. നമുക്ക് തോന്നിയ പ്രകാരവും ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. അതെല്ലാം ദൈവം ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകമായ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. നാം യാതൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ആ ദൈവത്തിന് ആചരിക്കേണ്ട ആചാരങ്ങളും കൽപ്പനകളും പ്രമാണിക്കാതെ ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു വേർതിരിച്ച് പുതിയൊരു കൽപ്പന കൊടുത്ത്, നിയമങ്ങൾ കൊടുത്ത്, ചട്ടങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയക്കുമ്പോൾ ഈ ദിവസം ഒരു തുടക്കമായിരിക്കണമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞ് പെസഹ നിയമിച്ചു. അത് ഒരു ഓർമ്മ നാളായിരിക്കണം പറഞ്ഞു. ഉത്സവമായിട്ട് അത് കൊണ്ടാടണമെന്ന് പറഞ്ഞു. വെറുതെ അല്ല, വളരെ ഉത്സവമായിട്ട് അത് കൊണ്ടുവരണം, വളരെ വലിയ പെരുന്നാളായിട്ട് കൊണ്ടുവരണം. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങളിൽ ഒന്ന് ഈ പെസഹ പെരുന്നാളായിരുന്നു കാണുവാൻ സാധിക്കും. പെസഹ പെരുന്നാളാണ് യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ ആചരിക്കേണ്ട പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളിൽ ഒരു പെരുന്നാൾ എന്നുള്ളത്. അത് അതിപ്രധാനമായുള്ള പെരുന്നാളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. നമ്മൾ ഇന്ന് 1-ാം പാഠമായിട്ട് വായിച്ച ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം നമ്മൾ 34-ാം അധ്യായം 31-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞുപോയി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. യോശിയാവ് രാജാവ് ഭരണമേറ്റു. യോശിയാവ് രാജാവ് ഭരണമേൽക്കുമ്പോൾ അവൻ 8 വയസ്സായിരുന്നു. 8 വയസ്സായുള്ള ഈ യോശിയാവ് ഭരണമേറ്റ് 10 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിലെ ചില കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. അവിടെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ ആ കാര്യത്തിൽ ശ്രദ്ധ വെച്ചപ്പോൾ ദേവാലയം ശുദ്ധീകരിക്കണമെന്നും അത് അവിടുത്തെ ആരാധന പുനഃസ്ഥാപിക്കണമെന്നും യോശിയാവിന് തോന്നി. അതിനനുസരിച്ച് കൽപ്പന കൊടുത്തു. യോശിയാവിൻ്റെ ആ കൽപ്പനയനുസരിച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്ന സമയത്ത് അവർക്കൊരു പുസ്തകം കിട്ടി. അത് വേറെ ഒന്നുമായിരുന്നില്ല, ന്യായപ്രമാണ പുസ്തകം ചുരുൾ കിട്ടി.
അത് യോശിയ രാജാവിനെ വായിച്ചു കേൾപ്പിക്കാനായിട്ട് പുരോഹിതൻ ചുമതലപ്പെടുത്തി. രാജാവിൻ്റെ അടുത്ത് ഇത് വായിച്ചു കേട്ടപ്പോൾ രാജാവ് പറഞ്ഞ വാക്യമാണിത്. രാജാവ് ഇത് കേട്ടപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ വസ്ത്രം കീറി. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ പിതാക്കന്മാർ അവരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ മൂലം, അവര് ഈ അതിശ്രേഷ്ഠമായ കൽപ്പനകളെ അനുസരിക്കാതിരുന്നത് മൂലം, അവർ അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞത് മൂലം നമ്മുടെ നേരെ ഉയർന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള വിധികൾ കാണുന്നുവല്ലോ, കോപം കാണുന്നുവല്ലോ. നമ്മൾ എന്തുമാത്രം തെറ്റിപ്പോയിരിക്കും, എന്തുമാത്രം പാപങ്ങളാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഈ പ്രമാണം അനുസരിച്ച് മാത്രം ജീവിക്കുമെന്ന് രാജാവ് അവിടെ തീരുമാനമെടുക്കും. അന്ന് ഇത് നിങ്ങളുടെ തലമുറയായിട്ട് ആചരിക്കണമെന്നും ഒരിക്കലും മറക്കരുതെന്നും ഇത് ഓർമ്മ നാളായിരിക്കണമെന്ന് പറഞ്ഞ പെസഹ ഉൾപ്പെടെയുള്ള സകല കൽപ്പനകളും അവർ ലംഘിച്ചു പോയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്ന് പാഠമായിട്ട് വായിച്ച അതിൻ്റെ അത് പറയുന്നുണ്ട്, അവർ ദൈവസേനയിൽ തീരുമാനമെടുക്കുന്നു. എല്ലാവരും ദേവാലയത്തിൽ വന്നു പെസഹ ആചരിപ്പാനായിട്ട് അവർ തീരുമാനമെടുത്തായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 35:16 പ്രകാരം വായിക്കുന്നു, ഇങ്ങനെ യോശിയ രാജാവിൻ്റെ കൽപ്പന പ്രകാരം പെസഹ ആചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിക്കുവാനും വേണ്ടിയുള്ള യഹോവയുടെ സകല ശുശ്രൂഷകളെയും അന്ന് ക്രമത്തിലായി. അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ ആ സമയത്ത് പെസഹയും പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ഉത്സവവും 7 ദിവസം ആചരിച്ചു. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ അനുസരണത്തിലേക്ക് തിരികെ വരുന്ന ഒരു ജനം മറക്കരുത് എന്ന് പറഞ്ഞ കൽപ്പനകൾ മറന്നുപോയതിനു ശേഷം വീണ്ടും അത് ഓർക്കുകയും അതിനെക്കുറിച്ച് വിചാരമുണ്ടാകുകയും അതിനുവേണ്ടി വീട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ജനം. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ മാത്രമല്ല എവിടെയും സഭാവാർഷികങ്ങൾ കൊണ്ടാടുമ്പോൾ, സഭാദിനങ്ങൾ കൊണ്ടാടുമ്പോൾ, പ്രതിഷ്ഠാദിന പെരുന്നാളുകൾ കൊണ്ടാടുമ്പോൾ ഒക്കെയും പറയുന്ന കാര്യം പറയാനുള്ള ഒന്ന് മാത്രം, അത് നമുക്ക് ഓർമ്മ നാളാണ്. 175 വർഷങ്ങൾക്ക് മുമ്പ് നാം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ള ചിന്ത നമ്മളുണ്ടാകണം. ആ ചിന്ത നമ്മളെ ഈ ആധുനിക ലോകത്ത് നാം നേരിടുന്ന വിശ്വാസ വഴിയിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യാൻ തക്കണം നമ്മളെ പ്രാപ്തിപ്പെടുത്തണം, നമ്മുടെ തലമുറയെ പ്രാപ്തിപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ആകെ മൊത്തമുള്ളത് ദൈവവുമായിട്ട് നമ്മുടെ ബന്ധമാണ്. കർത്താവ് മുഖാന്തരം നമുക്ക് ലഭിച്ച ഈ രക്ഷയാണ് എന്ന് മറന്നു പോകരുത്. അതിൽ നമ്മൾ ജീവിപ്പാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന് മറന്നുപോയത്. ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ശബത്ത് ദിവസങ്ങൾ, ആരാധന, ഞായറാഴ്ച ആരാധനകളെല്ലാം വിശ്വാസ കൈമാറ്റത്തിൻ്റെ അവസരങ്ങളാണ്. വിശ്വാസം കൈമാറ്റപ്പെടണം നമ്മുടെ കുഞ്ഞ് തലമുറകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, അവരുടെ മക്കളിലേക്ക്. നാം വിശ്വസിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ വിശ്വസിച്ച അതേ ദൈവത്തെ അതേ തീക്ഷ്ണതയോടെ അവരും നമ്മുടെ മക്കളും അവരുടെ മക്കളും ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീരണം. എങ്കിൽ അതിന് നമ്മൾ ശക്തമായി ഈ വചനങ്ങളിൽ ഉറച്ചു നിന്നേ മതിയാവുള്ളൂ. ഈ ദൈവത്തെ നമ്മൾ ആരാധിച്ചേ മതിയാവുള്ളൂ. വരിക ദൈവാലയത്തിൽ, പ്രാർത്ഥിക്കുക ദൈവത്തോട്. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേകമായ ആലയങ്ങൾ വേർതിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദൈവമേ, അങ്ങ് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്ത പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച അത്യുന്നതനായ ദൈവമാണ്. നിന്നെ സ്വർഗത്തിൽ പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ കൊച്ചു ആലയത്തിൽ, ഭൂമിയിൽ പണിതിരിക്കുന്ന കൊച്ചാലയത്തിൽ നിന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അതുകൊണ്ട് അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും. പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ആൾക്കാരുടെയും പ്രാർത്ഥന കേൾക്കണമെന്ന് ശലോമോൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ തന്നെ ശലോമോൻ അരുളപ്പാടുണ്ടായി, ശലോമോനെ, നിന്റെ അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു. നീ എന്താണോ പ്രാർത്ഥിച്ചത്, എന്താണോ ആവശ്യപ്പെട്ടത്, അതെല്ലാം ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയെ ആരാധിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട് എന്ന് അതിശ്രേഷ്ഠമായിട്ടുള്ള വാഗ്ദാനം ദൈവം നമുക്ക് നൽകി. പ്രിയമുള്ളവരെ, നമ്മളവിടെ വരുമ്പോൾ ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇടപെടുണ്ട്, ദൈവത്തിൻ്റെ കണ്ണിവിടെയുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയം ഇടപെടുണ്ട്. ആ ഒരു ബോധത്തോടെ വരണം. നമ്മളൊരു വാക്ക് പറയുമ്പോൾ ദൈവം കേൾക്കുന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. യേശു അത് വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ വിശ്വാസമുണ്ടോ? ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ വരുന്നുണ്ടോ?
നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടോ? കാരണം ഇവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. അത് തന്നെയാണ് കാരണം. അതല്ല, ഇത് ദൈവാലയക്ക് വേണ്ടി വേർതിരിച്ചാൽ ഇവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ ആവശ്യങ്ങൾ നമ്മളിവിടെ ഒന്ന് പറയാം. ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നുണ്ടെങ്കിലും ശ്രമിച്ചെടുത്താൽ അത് ഞാൻ പറയാം. ഇന്ന് ശിശു സ്നാനമുണ്ട്, അതുപോലെ തന്നെ തിരീരണമുണ്ട്. രണ്ടിനകത്തും പ്രധാനപ്പെട്ട കാതലാള സംഗതി എന്ന് പറയുന്നത് ദൈവവുമായുള്ള ചേർന്നുള്ളൊരു ബന്ധമാണ്. ദൈവത്തോട് ചേർന്നുള്ള നടപ്പാണ്. പഴയതെല്ലാം ഉപേക്ഷിക്കുന്നു എന്നാണ് എൻ്റെ കാതലായ സംഗതി. ഇവിടെ ചില പ്രതിജ്ഞകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാതലാള സംഗതി എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ സ്വയമേ ഉപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ജ്ഞാനമാതാക്കന്മാർ ഉപേക്ഷിക്കും. പഴയത് ഉപേക്ഷിക്കുകയാണ്. പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. ഓർക്കണം, പുതിയ തുടക്കം. പിന്നെ പഴയതിനെ നമ്മൾ ഓർക്കരുത്, പഴയതിലേക്ക് പോകാനും പാടില്ല. അത് ഉപേക്ഷിച്ചു ദൈവമക്കൾ ആയി തീർന്നിരിക്കും. സ്നാനപ്പെടുമ്പോൾ അവർ സ്നാനപ്പെടുന്നവരെല്ലാവരും ദൈവമക്കളായി തീരുവാണ്. ആ ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഞാൻ ആരാണ്? ഞാനൊരു സാധാരണ ലോകത്തിലെ ലോകമനുഷ്യനല്ല, ഞാൻ ദൈവമനുഷ്യനാണ്, ദൈവമകനാണ്, ദൈവമകളാണ്, ദൈവവൈതലാണ്. ദൈവവൈതൽ നടക്കാൻ ഒരു പാതയുണ്ട്, ഒരു മാർഗമുണ്ട്. അവനനുസരിപ്പാൻ ഒരു പ്രമാണമുണ്ട്. അതനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാ നാളും നമ്മൾ എന്ത് ചെയ്യുക? വിശുദ്ധ ദിവസം നമ്മൾ വായിക്കും. ദൈവത്തിന് പറയാനുള്ള അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വായിക്കുക, ഗ്രഹിക്കുക. അത് എല്ലാ തലമുറയിലും. അതിനുവേണ്ടി മറ്റാരേക്കാൾ അധികമായി എഴുത്തും വായനയും ദൈവം നമ്മളെ പഠിപ്പിച്ചു, അല്ലേ? നമ്മളെ മാത്രമല്ല, അത് സമൂഹത്തിന് അനുഗ്രഹമാക്കുക. നമുക്ക് കിട്ടിയ അക്ഷരാഭ്യാസം, വായിക്കാനുള്ള നമ്മുടെ ആ കഴിവ്, വിശുദ്ധ തിരുവെഴുത്ത് വായിക്കാൻ നമ്മൾ ഉപയോഗിക്കണം എല്ലാ ദിവസവും എന്നാണ് എൻ്റെ പക്ഷം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? ആലയത്തിൽ ആരാധനയ്ക്ക് ഇരിക്കണം. നാം എന്താണ് പറയുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നാം ആരെയാണ് ആരാധിക്കുന്നത് ബോധ്യത്തോടെ എന്ത് ചെയ്യണം? നമ്മളോട് ഇരിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും എന്ത് ചെയ്യുന്നു? ഇവിടെ. അതുകൊണ്ട് പുതിയ തീരുമാനത്തോടെ ഈ 175-ാം വാർഷികം നമ്മൾ കൊണ്ടാടുമ്പോൾ കടന്നു പോകാം. ഒരു പുതിയൊരു പുനഃപ്രതിഷ്ഠയോടെ നമുക്ക് കടന്നു പോകാം. ഞങ്ങൾ അറിയുന്നു ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, അവിടെ എടുത്ത ധീരമായ തീരുമാനങ്ങൾ, ഇന്ന് അവിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ, കർത്താവിൻ്റെ ധീരസാക്ഷികളായിട്ട് നിൽപ്പാൻ, വചനം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ 175-ാമത് സഭാദിനത്തിൽ നമുക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കടന്നു പോകാം. ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകും. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.